തൊട്ടാൽ പൊള്ളുമെന്ന് കേട്ടിട്ടില്ലേ? അതെന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളിലേക്കൊക്കെ ഒന്ന് ചെല്ലണം. സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്ക് തീവിലയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെ വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണം. തമിഴ്നാട്ടിൽ മഴ ശക്തമായാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ കയ്യിൽ ഒരുപാട് പണം വേണം. കൂടുതൽ തുക നൽകിയാലും കിട്ടുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അടുക്കളകളിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാരന് കഴിയാത്ത അവസ്ഥ. പച്ചക്കറി മുതൽ പഞ്ചസാരയ്ക്ക് വരെ തൊട്ടാൽ പൊള്ളുന്ന വില. വെളിച്ചെണ്ണയ്ക്ക് 2 ആഴ്ചക്കിടെ കൂടിയത് 40 രൂപ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കിപ്പോൾ 240 രൂപ നൽകണം. ചെറുപയറിന് 30 രൂപയോളം വർദ്ധിച്ചു. 1 കിലോ കടലയുടെ വില 160 രൂപ. വെളുത്തുള്ളിയുടെ വില 400 രൂപയിലെത്തി. സെക്കൻഡ് ക്വാളിറ്റി വെളുത്തുള്ളിക്ക് 380 രൂപ നൽകണം. വൻപയർ, ഉഴുന്ന്, കോഴിമുട്ട എന്നിവയുടെ വിലയും ഉയർന്നു തന്നെ. പച്ചക്കറി കടകളിലേക്ക് കയറിയാലും കൈ പൊള്ളും. 90 രൂപ ഉണ്ടായിരുന്ന ചെറുനാരങ്ങയ്ക്കിപ്പോൾ വില 140 രൂപ. ക്യാരറ്റിനും ബീട്രൂട്ടിനും ക്യാബേജിനും 10 രൂപ കൂടി. 50 രൂപയായിരുന്ന സവാളയ്ക്ക് ഇപ്പോൾ നൽകേണ്ടത് 80 രൂപയാണ്. ഒരു പെട്ടി തക്കാളിക്ക് ഇന്ന് മാത്രം കൂടിയത് 200 രൂപ. 200 രൂപ കൂടിയിട്ടുണ്ട്. 650 രൂപ ആയിരുന്നു ഞായറാഴ്ച. ഇന്ന് തിങ്കളാഴ്ച ആയപ്പോൾ 850 രൂപയായി. അതിൻ്റെ പ്രത്യേക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. അവിടെ മഴയത്ത് സാധനം വരണത് മോശമാവും. 1 കിലോ തക്കാളി 27 കിലോ ഒരു ബോക്സിൽ വരണ തക്കാളിയിൽ 2 കിലോ വരെ വേസ്റ്റ് ഉണ്ട്. ഇത് വേസ്റ്റാണ്. ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, നാട്ടുകാർ കൊടുക്കാൻ പറ്റില്ല. അതാണ് സംഭവങ്ങൾ. വെണ്ടയ്ക്ക, ഇഞ്ചി, പടവലം എന്നിവയ്ക്കും വലിയ വില നൽകേണ്ട അവസ്ഥയാണ്. 60 രൂപയാണ് 1 കിലോ ബീൻസിന്റെ പുതിയ വില. മുരിങ്ങക്കായുടെ വില 90 നിന്ന് 200 രൂപയായാണ് ഉയർന്നത്. നേന്ത്രപ്പഴത്തിനും വില കൂടി. പാവയ്ക്കും കൈപ്പേറുന്ന വിലയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മഴയും കൃഷിനാശവുമാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. അടുത്ത മാസം മുതൽ വില കുറയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ തമിഴ്നാട്ടിലടക്കം മഴ ശക്തമായാൽ വില ഇനിയും കുതിച്ചുയർന്നേക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.